إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. إن المنافقين يخادعون الله وهو خادعهم وإذا قاموا إلى الصلاة قاموا كسالى يراءون الناس ولا يذكرون الله إلا قليلا. സ്നേഹനിധികളായ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സർവലോക സ്രഷ്ടാവും നിയന്താവുമായ അർഹമുർ-റാഹിമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിഞ്ഞ് ഭയപ്പെട്ട് കീഴൊതുങ്ങി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാണ്. ഇബ്നു മാജ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് ശൈഖുൽ ഇസ്ലാം നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ ഹസൻ എന്ന് വിശേഷിപ്പിച്ച സ്വീകാര്യയോഗ്യമായൊരു ഹദീസ്. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, മുട്ടൊന്ന് നിർത്താൻ വേണ്ടി പറഞ്ഞു, പണിക്കാരോട് പോയിട്ട് ഭക്ഷണം കഴിച്ചു വരാൻ പറഞ്ഞു. قال جاء رجل إلى النبي صلى الله عليه وسلم. ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. ഫഖാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് അല്ലിംനി വഔജിസ്, എനിക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരണം. ഒരു വസിയത്തായി എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രയോഗവൽക്കരിക്കാനുള്ള ചില ഉപദേശങ്ങൾ അതങ്ങൾ ചുരുക്കി ക്രീമായിട്ട് വളരെ കൺക്ലൂഡ് ചെയ്തിട്ട് വിശാലമായി പരത്തി പറയാതെ. ആ സമയത്ത് റസൂലുള്ളാഹി പ്രതികരിച്ചു, 3 ഉപദേശങ്ങൾ. ആ ഉപദേശങ്ങളാണ് എനിക്ക് ഖുതുബയുടെ ഭാഗമായി നിങ്ങളെ കേൾപ്പിക്കുവാൻ. ഒന്ന്, ഇദാ ഖുംത ഇലാ സ്വലാത്തിക ഫസ്വല്ലി സ്വലാത്ത മുവദ്ദിഇൻ, നീ നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ, ഇത് ഇഞ്ഞ നിസ്കാരമല്ല, അസറില്ല, അതിന് മുമ്പ് ഞാൻ മരിക്കും, എന്റെ കഴിഞ്ഞിട്ടുണ്ട്, ഒരു വിടവാങ്ങുന്നവന്റെ മാനസികാവസ്ഥയിൽ നീ നമസ്കരിക്കണം. രണ്ടാമത് റസൂലുള്ളാഹി പറഞ്ഞു, വലാ തകല്ലം ബികലാമിൻ തഅതദിറു മിൻഹു, നീ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അയ്യോ പറ്റിപ്പോയി, ഞാൻ പിൻവലിച്ചു, മാപ്പാക്കണം, പൊറുക്കണം, പറ്റിപ്പോയതാണ്, തിരുത്തേണ്ടി വരാത്ത വിധത്തിലായിരിക്കണം നീ സംസാരിക്കേണ്ടത്
ഒരു തിരുത്തൽ വരുത്തേണ്ട ഗതികേട് വരുന്ന, മാപ്പപേക്ഷിക്കേണ്ടി വരുന്ന, കുറ്റബോധമുണ്ടായി തീരുന്ന രീതിയിൽ അല്ല തകല്ലം, നീ സംസാരിക്കാൻ പാടില്ല. മൂന്നാമത് റസൂലുള്ളാഹി പറഞ്ഞു വഅജ്മിഇൽ യഅസ അമ്മാ ഫീ ഐദിൻ നാസ്, ആൾക്കാരെ കയ്യില്, ജനങ്ങളുടെ കയ്യിലുള്ളത് എനിക്ക് കിട്ടണം. അവൻ്റെ അടുത്ത് പൈസ ഉണ്ട്, കുറച്ച് അവൻ്റെ നിങ്ങോട്ട് കിട്ടണം, അവനാ ഇന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട്, മറ്റുള്ളവരുടെ ഇങ്ങോട്ട് കിട്ടണം എന്ന് നീ ആഗ്രഹിക്കരുത്. 3 ഉപദേശങ്ങൾ, വളരെ വിശാലമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന 3 തത്വങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതനായ വ്യക്തിയോട് നൽകി. അല്പം ചില കാര്യങ്ങൾ മാത്രം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കും. ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളിൽ അതിസുപ്രധാനമാണ് നമസ്കാരം. പക്ഷേ ആ ഒരു നമസ്കാരം നിർവഹിക്കുമ്പോൾ ഉണ്ടായിത്തീരേണ്ട കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹ 14-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞത് വഅഖിമിസ് സ്വലാത ലിദിക്രി, എന്നെ ഓർക്കാൻ നീ നമസ്കാരം നിർവഹിക്കണം. നിസ്കരിക്കലൊക്കെ ഉണ്ട് മഹാഭൂരിപക്ഷം ആളുകളും, പക്ഷെ അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ഓർമ്മയുണ്ടാവില്ല, ബാക്കി എല്ലാം ഓർമ്മയുണ്ട്. ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ നമസ്കാരം നിർവഹിക്കേണ്ടത്, ആ ലക്ഷ്യം നേടാതെ കേവലം ഒരു ശാരീരിക വ്യായാമം മാത്രമായിക്കൊണ്ട് പലപ്പോഴും നമ്മുടെയൊക്കെ നമസ്കാരങ്ങൾ വഴിമാറി പോകാറുണ്ട്. ചില ആളുകളൊക്കെ പ്രയാസം പറഞ്ഞു വരും, നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല, എന്താ ചെയ്യുക? താല്പര്യമുണ്ട്, ശ്രദ്ധ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് വരുത്താൻ സാധിക്കാറില്ല. അതുകൊണ്ട് എന്താണ് നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകാൻ? ഇത് തന്റെ അവസാനത്തെ നമസ്കാരമാണെന്ന ഒരു ബോധത്തോടുകൂടി റബ്ബ് നമസ്കാരം കൊണ്ട് ലക്ഷ്യം വെക്കുന്ന ആ ഒരു ലക്ഷ്യത്തെ നേടിയെടുത്തുകൊണ്ടുള്ള ശുദ്ധമായ ഒരു നമസ്കാരമായി തീരാനുള്ള മാർഗം എന്ന് പറയുന്നത്, ഒന്നാമതായി വിശുദ്ധ ഖുർആൻ ഞാൻ തുടക്കത്തിൽ കേൾപ്പിച്ച വചനം, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും, മുനാഫിക്കുകൾ അല്ലാഹുവിനെ പറ്റിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർ തന്നെയാണ് വഞ്ചിക്കപ്പെടുന്നത്. വഇദാ ഖാമൂ ഇലാ സ്വലാത്തി ഖാമൂ കുസാല, അവർ നമസ്കാരത്തിന് വേണ്ടി വരുമ്പോൾ അവർ കുസാല, കിസ്ലാന്മാരാണ്, അവര് അശ്രദ്ധരാണ്, അവര് ശ്രദ്ധയില്ലാത്ത ആളുകളാണ്, മടിയന്മാർ. ആർക്കെങ്കിലും തന്റെ നമസ്കാരത്തെ നന്നാക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ മടി പിടിച്ച മനസ്സുമായി കൊണ്ടല്ല ഞാൻ നമസ്കാരത്തെ സമീപിക്കുന്നത് എന്ന ഒരു ഉറച്ച ബോധ്യത്തെ മനസ്സിൽ രൂപപ്പെടുത്തേണ്ടതുണ്ട്. ബാങ്ക് കേൾക്കുമ്പോൾ അല്ലാഹു അക്ബർ, അല്ലാഹ് ആ നാമം നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ആയത്തുൽ കുർസിയുടെ ഭാഗമായി, അസ്മാഉൽ ഹുസ്ന അല്ലാഹുവിന്റെ നാമങ്ങളുടെ ഭാഗമായി കൊണ്ട് തുടർച്ചയായി പറയുമ്പോൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു വിഷയത്തിലേക്ക് കയറി എന്ന് മാത്രമേയുള്ളൂ. ആ അല്ലാഹ് എന്ന ശബ്ദം കേൾക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് ഭയപ്പാടുണ്ടാവണം. ആ റബ്ബിന്റെ ഭവനത്തിലേക്കാണ് വിളിക്കുന്നത്. എന്റെ ദുനിയാവിന്റെ സർവമാന പരിപാടികൾ ഞാൻ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഈ ഒരു തിരിച്ചറിവോടുകൂടി മനസ്സാന്നിധ്യത്തെ പിടിച്ചു വരുത്തി വിളിച്ചു വരുത്തി നമസ്കാരത്തിലേക്ക് കയറി വന്നാൽ അവിടെ ഗസലാനിയത്ത് ഉണ്ടാവൂല, മടി ഉണ്ടാവൂല. അവിടെ കയറി വന്നിടത്ത് ചാരിയിരുന്നാൽ അശ്രദ്ധനായി തീരും. അവിടെ ഇരുന്ന് പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്താൽ അവൻ അശ്രദ്ധനായി തീരും. നേർക്ക് നേരെ ഒന്നാമത്തെ സൊഫിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അവൻ കടന്നു വരുമ്പോൾ അവന്റെ മനസ്സിന്റെ ബോധ്യം അവിടെ നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു ചാക്രികമായി ജീവിതത്തിന്റെ സ്വാഭാവികമായ ശരീരത്തിന്റെ ചലനമായിക്കൊണ്ട് ആ നമസ്കാരം വഴിമാറിപ്പോകും. ഒരു നേട്ടവും ഉണ്ടാവില്ല, ഒരു നേട്ടവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് മുനാഫിക്കിന്റെ നമസ്കാരത്തെ കുറിച്ചാണ്. അള്ളാഹ് ഖുസ്ലാന്റെ നമസ്കാരം, ശ്രദ്ധയില്ലാത്ത നമസ്കാരം എന്ന് പറഞ്ഞത്. ഓൻ അള്ളാനെ പറ്റിക്കാൻ വന്ന, ഞാനും മുസ്ലിമാണെന്ന് റസൂലുള്ളാഹിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നതാ. പള്ളിക്കൽക്ക് നിസ്കരിക്കാൻ വേണ്ടി വന്നതല്ല. പള്ളിക്കൽക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് നിസ്കരിക്കാൻ വരാതിരുന്നു കഴിഞ്ഞാൽ ഓനെ കാഫിറായി കൂട്ടും. അപ്പൊ എന്റെ സക്കാത്തിന്റെ ലിസ്റ്റ് ഒന്നും ഓൻ ഔട്ടാവും.
എന്തെങ്കിലും സഹായങ്ങളോ മറ്റു കാര്യങ്ങളോ പദ്ധതികളോ ഉണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ ഒന്നും ഉണ്ടാവില്ല. ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ആ മെമ്പേഴ്സിന്റെ ലിസ്റ്റിൽ പേര് കിടക്കാൻ വേണ്ടി, മുഖം കാണിക്കാൻ വേണ്ടി വരിക പള്ളിക്കൽക്ക്. ഓൻ വിചാരിച്ചത് എന്താണ്? ഞാൻ അള്ളാഹിനെ പറ്റിക്കുന്ന. സത്യത്തിൽ അവനത് അതിന്റെ അനന്തരഫലം അനുഭവിക്കേണ്ടത് അവനാ. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, അവർ അള്ളാഹുവിനെ വഞ്ചിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, യഥാർത്ഥത്തിൽ അവർ സ്വയം വഞ്ചിതരാവുകയാണ് ചെയ്യുന്നത്. അവർ നമസ്കാരത്തിലേക്ക് വരുന്നത് അശ്രദ്ധരായിക്കൊണ്ടാണ്. എന്തിനാ വരുന്നത്? യുറാഊനന്നാസ് വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാ. അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് യാതൊരു സ്മരണയില്ല, സ്മരിക്കുന്നത് വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിസ്കാരത്തിൽ ആർക്കെങ്കിലും ശ്രദ്ധ വേണമെങ്കിൽ, തനിക്ക് നല്ല ഉപദേശം നൽകണം എന്ന് പറഞ്ഞ വ്യക്തിയോട് റസൂലുള്ളാഹി ആദ്യം പറഞ്ഞത് നിസ്കാരം നന്നാക്കാൻ. അവസാനത്തെ വിടവാങ്ങൽക്കാരന്റെ നമസ്കാരം. അത് പിന്നെ ഒരു കസ്ലാനിയത്തിന്റെ മടിയുടെ മനസ്സിലല്ല ഞാനിത് ചെയ്യുന്നത് എന്ന് ഒന്ന് ഉറപ്പ് വരുത്തുക. രണ്ടാമതായി ചെയ്യേണ്ടത്, നമസ്കാരം അതിൻ്റെതായ പൂർണ്ണതയോടുകൂടി നിർവഹിക്കുക. അതിനെന്താ ചെയ്യാ? എല്ലാരോടും പറയാ, നിസ്കാരം ഒന്ന് പഠിക്കുക. നമ്മളൊക്കെ വിചാരിച്ചു നിസ്കാരമൊക്കെ പഠിച്ചുകണം, നിസ്കാരമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇനിയൊന്നും പഠിക്കാനില്ല എന്നുള്ളതാണ്. പള്ളിയിൽ നിങ്ങൾ നോക്കി 50 ആളുകൾ നിങ്ങളൊന്ന് ഒഴിഞ്ഞിരുന്ന് ശ്രദ്ധിക്കുക. 50 ആളും 50 രൂപത്തിലാണ് നിസ്കാരം. ഇങ്ങനെ 50 രൂപത്തിൽ അള്ളാന്റെ റസൂൽ നിസ്കാരം പഠിപ്പിച്ചിട്ടില്ല. അള്ളാന്റെ റസൂൽ ഒരൊറ്റ രൂപത്തിലാണ് നിസ്കാരം പഠിപ്പിച്ചത്. അതിൽ നിന്ന് വ്യതിചരിക്കുന്നു. എവിടം തൊട്ട് വ്യതിചരിക്കുന്നു? ഉളുവിന്റെ സന്ദർഭം തൊട്ട് വ്യതിചരിക്കുന്നു. ആ ഉളു തെറ്റാതിരിക്കാനുള്ള മാർഗങ്ങൾ മിമ്പറിൽ നിന്ന് പലതവണ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വീണ്ടും അതേപടി പാലിക്കുന്ന ആളുകളെ കാണാം. എന്താണെന്നോ, കോൺക്രീറ്റ് സ്ട്രക്ചർ പോലെ കുട്ടിക്കാലത്ത് എന്താണോ കേട്ടത്, എന്താ കണ്ടത്, അതുപോലെ പഠിച്ചു വെച്ചതാ. ഇസ്ലാമിന്റെ പ്രമാണമായ വേദഗ്രന്ഥത്തിലും ഖുർആനിലും ഹദീസിലും എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് പഠിപ്പിച്ചത് പഠിക്കാൻ മെനക്കെട്ടിട്ടില്ല. ബാക്കിയെല്ലാം പഠിക്കാൻ വേണ്ടി സമയം ചെലവഴിച്ചിട്ടുണ്ട്, പണം ചെലവഴിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോണ് ഒന്ന് വെള്ളത്തിൽ വീണാൽ താഴെ വീണ പുതിയ മൊബൈൽ നിന്നിട്ട് അതുമാതിരി ഇരിക്കും 2 മണിക്കൂർ 4 മണിക്കൂർ 4 ദിവസം അതിന്റെ മുഴുവൻ ആപ്ലിക്കേഷൻസും മുഴുവൻ പഠിച്ചെടുക്കാൻ വേണ്ടി, ആവശ്യമുള്ള മുഴുവൻ പുതിയ ആപ്ലിക്കേഷൻസ് ഒക്കെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് ഡാറ്റ തീർന്ന പുതിയ ഡാറ്റ, ഇതിനൊക്കെ ദുനിയാവിന് വേണ്ടി സർവ്വ പണി ചെയ്യുന്നുണ്ട്. പക്ഷേ ആഖിറത്തിൽ വെച്ച് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന നമസ്കാരം എന്ന് പറയുന്ന കർമ്മം ഞാൻ നിർവഹിക്കുന്നത് റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായി തീരുന്നതിന് വേണ്ടിയുള്ള ആ നമസ്കാരത്തിന്റെ കൃത്യമായ രൂപത്തിലുള്ള നിർവഹണം. ഞാൻ തുറന്നു പറയുന്നു, 3 തവണ തലയും ചെവിയും തടവുന്ന ഒരുപാട് ആളുകളുണ്ട്. ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെതിരാണ്. എത്രയോ തവണ ഈ മിമ്പറിൽ നിന്ന് പറഞ്ഞത് ആവർത്തിച്ച് ചെയ്യുന്ന ആളുകൾ, അവർക്ക് തിരിച്ചറിവുണ്ടാവാൻ വേണ്ടി ഞാൻ പറയുന്നു, ആ ഉളൂബാത്തുലാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയാത്തത്, ഞാൻ കൽപ്പിക്കാത്തത് ഒരു കർമ്മം ആരെങ്കിലും ചെയ്താൽ ഒന്നെന്ന് പറഞ്ഞത് ഒരു തവണ തടവാൻ പറഞ്ഞത് അത് 3 തവണ ആവാൻ പാടില്ല. 3 എന്ന് പറഞ്ഞത് 4 ആവാൻ പാടില്ല. ഹജ്ജിന് പോയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ, തവാഫ് ചെയ്ത ആളുകൾ, ഉംറ ചെയ്ത ആളുകൾ, എത്ര തവണ തവാഫ് ചെയ്യല്? അള്ളാന്റെ റസൂല് പറഞ്ഞത് 7. അത് 8 ആവാൻ പാടില്ല. ഒരാള് മക്കത്ത് പോയി പണം ചെലവഴിച്ച് 8 തവണ ഞാൻ 8 ചെയ്യൂന്ന് വാശി പിടിച്ചാൽ ഓന്റെ പൈസയും പോയി, ഓന്റെ ഉംറയും ബാത്തിലായി, ഓൻ അതുവരെയുള്ള കച്ചവടത്തിൽ നിന്ന് നാട്ടിൽ നിന്ന് കിട്ടേണ്ട കളക്ഷനും പോയി എന്നല്ലാണ്ട് ഓൻ ദുനിയാവിലേക്കും ആഖിറത്തേക്കും ഒന്നും നേടൂല. ഇസ്ലാമിന്റെ പ്രമാണത്തിന്റെ മുൻപിലേക്ക് വിനയാന്വിതരായിക്കൊണ്ട്, ഖബൂൽ ചെയ്തുകൊണ്ട്, റദ്ദ് ചെയ്യാതെ, തെർക്ക് ചെയ്യാതെ, ഇൻഖിയാദ് സമർപ്പണത്തിന്റെ കീഴൊതുക്കത്തിന്റെ മനസ്സാണ് ഒരു യഥാർത്ഥ വിശ്വാസിക്കുണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മാഇദയുടെ 12-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വഖാലല്ലാഹ് ഇന്നി മഅകും. അല്ലാഹു പറയാ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അള്ളാന്റെ സഹായം കിട്ടുന്ന കുറെ ആൾക്കാർ അങ്ങനെ എണ്ണി പറയാ താഴെ. അതിൽ ഒന്നാമത് പറഞ്ഞതില്ല, ഇൻ അഖംതുമുസ് സ്വലാത്ത, നമസ്കാരം നേരെ ചൊവ്വ നിലനിർത്തുന്ന ആളുകൾ. എങ്ങനെ നേരെ ചൊവ്വ നിലനിർത്തല്? അതിന് കയ്യെട്ടേണ്ട രൂപമുണ്ട്. അത് ഇങ്ങനെ കാട്ടിയിട്ട് അങ്ങനെ ആക്കിയാൽ കയ്യെട്ടലാവില്ല. അത് റസൂലുള്ളാഹി ഉയർത്താൻ പറഞ്ഞൊരു പരിധിയുണ്ട്. അത് ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്താൻ പറ്റൂല. അത് ഉയർത്താൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട, റസൂലുള്ളാഹി പഠിപ്പിക്കപ്പെട്ട ഒരു പരിധിയുണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്. അതുവരെ ഉയർത്തണം. ഉയർത്തിയിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുമല്ല, അത് താഴ്ത്തണം. പിന്നെന്താ ചെയ്യാ? അത് കൊണ്ടുപോയി വെക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അതെവിടെ? അത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമസ്കാരത്തിന്റെ കൈഫിയത്ത്, അതിന്റെ രൂപം, അതിന്റെ തർതീബ്, അതിന്റെ അർക്കാനുകൾ, അതിന്റെ വാജിബാത്തുകൾ, അതിന്റെ ഖൗലിയായ സുന്നത്തുകൾ, അതിന്റെ അമലിയായ സുന്നത്തുകൾ,
ഇവ പാലിച്ചുകൊണ്ട് ആര് നമസ്കാരം നിർവഹിക്കുന്നുവോ അവന് സഹായിയായി ഞാൻ വർത്തിക്കും, ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കും. റബ്ബ് നസീറായിക്കൊണ്ട് വഹീറായിക്കൊണ്ട് ഉണ്ടായിരിക്കുമെന്ന നിസ്കാരത്തിൽ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നിസ്കരിക്കുന്ന നിസ്കാരം അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച നിസ്കാരത്തിന്റെ രൂപത്തിൽ തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്താൻ ആവശ്യമായ ഇൽമിനെ നേടിയെടുക്കുക എന്നുള്ളതാണ്. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, ശരീരം ആണ് നമ്മുടെ എല്ലാവരുടെയും നമസ്കാര സ്ഥലത്തുള്ളത് പോരാ, അവിടെ മനസ്സുകൂടി ഉണ്ടാവണം. മനസ്സാന്നിധ്യം എപ്പോഴാണോ മനസ്സ് പോയി എന്ന് ഉറപ്പുള്ളത് അപ്പൊ പിടിച്ചു വലിച്ചുകൊണ്ട് കൊണ്ടുവരണം, പോകും. അത് സ്വാഭാവികം. അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പ്രയാസം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ഭക്തിയാ, ഇവിടുന്ന് അങ്ങോട്ട് പുറത്തേക്ക് പോയാൽ കൺട്രോള് കിട്ടണില്ല. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ഇസ്ലാമിലെ നബി കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും ഉന്നത മനുഷ്യന്മാരാണ്. മനസ്സുകൾ ചാഞ്ചല്യം ഉണ്ടാവും. അതിന് അറബിയിൽ പേര് തന്നെ കൽബ് എന്ന്. കൽബ് എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് മാറുന്നത് എന്നാണ് കൽബ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് എപ്പോഴാണോ കൈകെട്ടി മനസ്സ് പോയത് അത് പോകാതിരിക്കാൻ സൂക്ഷ്മ ശ്രദ്ധ ഉണ്ടാവുക. എപ്പോ പോയോ ബോധപൂർവ്വം അങ്ങോട്ട് കൊണ്ടുവരും, അള്ള പുറത്തു വരും. അത് മനസ്സ് പോകാതിരിക്കാൻ ഒരു മാർഗമുണ്ട്. കണ്ണ് സുജൂദിന്റെ സ്ഥാനത്തേക്കായിരിക്കും. നിസ്കരിക്കാൻ നോക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ക്ലോക്കിലേക്ക് നോക്കി, കലണ്ടറിലേക്കൊക്കെ നോക്കി, നാല് പുറത്തൊക്കെ ഇങ്ങനെ നോക്കി, അടുത്ത ആരെല്ലാം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, ഇങ്ങനെയൊക്കെയാണ് നിസ്കാരത്തിന്റെ. ഞാൻ നമസ്കാരത്തിൽ കൈകെട്ടിയാൽ അതിന്റെ അവസാനം വരെ എന്റെ കണ്ണ് സുജൂദിന്റെ സ്ഥാനത്തേക്കായിരിക്കാൻ വേണ്ടിയുള്ള ബോധവും തന്റെ മനസ്സിനെ താൻ പിടിച്ചു നിർത്തുക. അതിന് വേറെ ആർക്കും കഴിയില്ല. ഒരാൾ കൈ ഇങ്ങനെ നിൽക്കുകയാണെങ്കിലോ എന്റെ കൈ ഒരാൾ വന്ന് കെട്ടയച്ചിട്ട് ഇങ്ങനെ പിടിച്ച് കെട്ടിപ്പിക്കാൻ പറ്റും. മനസ്സ് പിടുക്കും പോയി കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാർ ഒരു സഹായം ചെയ്യാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായുള്ള ഒരു മനസാന്നിധ്യത്തെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. ഒരു ഹദീസ് കേൾക്കുക, നസായി രേഖപ്പെടുത്തുന്ന, അബൂദാവൂദ് രേഖപ്പെടുത്തുന്ന ഹദീസ്, അബൂ ദർ ഗഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ലാ യസാലുല്ലാഹു അസ്സ വജല്ല മുഖബിലൻ അലൽ അബ്ദി ഫി സ്വലാത്തിഹി. ഒരാൾ നിസ്കാരത്തിന് വേണ്ടി നന്നാലേ അല്ലാഹ് അവനിലേക്ക് അഭിമുഖീകരിക്കുന്നു. എന്നിട്ട് അവനിങ്ങനെ പ്രാർത്ഥിക്കാം സുജൂദില്, അല്ലാഹുമ്മ ഗഫിർലി. ഇതിങ്ങനെ കേൾക്കുക. അള്ളാഹ് അങ്ങനെ ഒരു മുനാജാത്തിന് വേണ്ടി നേർക്ക് നേരെ അഭിമുഖമായി റബ്ബുണ്ടാവും. ഇങ്ങനെ കയ്യിട്ട് ഇങ്ങനെ നിൽക്കുക, സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ മുസ്തഖീമിലേക്ക് എന്നെ നീ വഴി നടത്തണമേ റബ്ബേ. ആ സിറാത്ത് ഇങ്ങനെ അള്ളാഹ് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് അവൻ അവിടേക്ക് പ്രവേശിക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെ എളുപ്പമാക്കി കൊടുക്കും. മാലം യൽതഫിത് ഫഇദാ സറഫ വജ്ഹഹു ഇൻസറഫ അൻഹു. അവന്റെ മുഖത്തെ യഥാർത്ഥ സ്ഥാനത്ത് തിരിക്കാത്തിടത്തോളം കാലം അള്ളാഹ് ഇങ്ങനെ അവനിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കും. അവന് മുഖം എവിടേലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ അള്ളാഹ് അവനിൽ തിരിഞ്ഞു പോകും. അള്ളാഹ് അവനിൽ തിരിഞ്ഞു പോയി കഴിഞ്ഞാല് ഒരാളോട് ഇങ്ങനെ വർത്താനം പറയാം, അയാൾ അവിടെ പോയി, പിന്നെ നമ്മൾ ഒറ്റക്ക് നിന്നിട്ട് ഇങ്ങനെ അരമണിക്കൂർ വർത്താനം കൊണ്ട് വല്ല കാര്യം ഉണ്ടാകും. പിന്നെ നമസ്കാരത്തിന്റെ റുക്കോയിലും സുജൂദിലും ഇതര സന്ദർഭങ്ങളിലും ധാരാളം പ്രാർത്ഥനകളും ചോദ്യങ്ങളും അധികാരികളും അത് പറയണ അള്ളാഹ് അവിടുന്ന് മുഖം തിരിഞ്ഞു പോയിട്ടുണ്ട്. കാരണം നമ്മൾ മുഖം തിരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്റെ മുഖത്തെ, തന്റെ കണ്ണിനെ കൃത്യമായി നിശ്ചയിക്കപ്പെട്ട സ്ഥാനത്തേക്ക് തന്നെ വരുത്തിക്കൊണ്ട് മനസാന്നിധ്യത്തോടുകൂടി നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മനസ്സ് പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ഖുശൂ ഒന്നും കിട്ടാതെ, ശ്രദ്ധ കിട്ടാതെ, ദുനിയാവും കച്ചവടവും മക്കളുടെ കല്യാണവും വീട് കൂടുതലൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും. നല്ലൊരു ഭക്തിയുള്ളൊരു മനസ്സുണ്ടാവാൻ അതിനുള്ളൊരു പരിഹാര മാർഗം ദുആ ആണ്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പഠിപ്പിച്ചു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് രേഖപ്പെടുത്തപ്പെടുന്ന ഹദീസ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ. അല്ലാഹുവേ, ഖുശൂഇല്ലാത്ത, ഭക്തിയില്ലാത്ത ഒരു ഖൽബ് അത് ഉണ്ടായി തീരുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവല് ചോദിക്കുന്നു. എന്റെ ഖൽബ് അങ്ങനെ ആയി മാറാൻ പാടില്ല, അത് ഭക്തിയുള്ളതായിരിക്കണം. അമൻ നഫ്സിൻ ലാ തശ്ബഅ, ആർത്തി അടങ്ങാത്ത മനസ്സിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അമൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരപ്രദമല്ലാത്ത അറിവിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അമിൻ ഖൗലിൻ ലാ യുസ്മഅ, കേൾക്കപ്പെടാത്ത, സ്വീകരിക്കപ്പെടാത്ത ദുആയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഒറ്റ ദുആയിലൂടെ 4 കാര്യങ്ങൾ ആവശ്യപ്പെടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. അതിൽ ഒന്നാമതായി പറഞ്ഞത് ഭക്തിയില്ലാത്ത, ഖുശൂഇല്ലാത്ത ഒരു മനസ്സിന്റെ, ഖൽബിന്റെ അവസ്ഥയെ സംബന്ധിച്ചാണ്. റസൂലുള്ളാഹി നൽകിയ ഒന്നാമത്തെ ഉപദേശം, നിസ്കാരം ശരിയാക്കണം. അവസാനത്തെ നിസ്കാരനെ പോലെക്കാരനെയുള്ള നിസ്കാരമാക്കി മാറ്റണം. പഠിക്കുക, മനസാന്നിധ്യത്തെ വിളിച്ചു വരുത്തുക, ശക്തമായി പ്രാർത്ഥിക്കുക, നമസ്കാരത്തിൽ ഖുശൂഓടുകൂടി നിർവഹിക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നാളെ
ഒരാളോട് ക്ഷമ ചോദിക്കേണ്ട അവസ്ഥ വരുന്ന കാര്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളത് വർത്താനം വലിയൊരു പ്രശ്നമാണ്. അങ്ങോട്ട് പറയും അവനാന്റെ വായിൽ തോന്നിയത്, എന്നിട്ട് കുറ്റബോധം ഉണ്ടാകുത്തിരുന്നു, തിരുത്തേണ്ടി വരുന്ന ഒരവസ്ഥ. എത്രയോ സന്ദർഭങ്ങളിൽ, നിരവധി സാഹചര്യങ്ങളിൽ കലാമുമായി, സംസാരവുമായി ബന്ധപ്പെട്ട നിരവധി നിയമങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ പ്രസംഗങ്ങളും തുടങ്ങുമ്പോൾ റസൂലുള്ളാഹി പറയും, സൂറത്ത് അഹ്സാബിന്റെ അവസാന ഭാഗത്തുള്ള 70-71 ആയത്തുകൾ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വഖൂലു ഖൗലൻ സദീദാ. ഖൗലുൻ സദീദ്, നല്ല വാക്കുകൾ പറയണം. ഖൗലൻ മഅറൂഫാ, മഅറൂഫായ വാക്ക് പറയണം. ഖുർആൻ പറഞ്ഞത് ഖൗലൻ ലയ്യിന, സൗമ്യമായ വാക്ക് പറയണം. പലതരത്തിലുള്ള പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആൻ നേർക്ക് നേരെ നടത്തുന്നുണ്ട്. ഒരു മനുഷ്യനെ തിരിച്ചറിയാൻ, അവന്റെ സ്വഭാവം അറിയാൻ അത് ഏറ്റവും നല്ലതാണ് അവന്റെ സംസാരം. ഒരാളുടെ പേഴ്സണാലിറ്റി, അവന്റെ വ്യക്തിത്വത്തെ ദ്യോതിപ്പിക്കുന്നത്, പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നതാണ് അവന്റെ ഏറ്റവും നല്ല സംസാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് സംസാരത്തെ മാന്യമാക്കുകയും നന്നാക്കുകയും സൗമ്യമാക്കുകയും തെറി പറയാതിരിക്കുകയും മറ്റുള്ളവരുടെ കുറ്റങ്ങളും മോശമായ കാര്യങ്ങളും അതുപോലെ പരിഹാസ വാക്കുകളും ഇതൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്ന ഈ ഒരവസ്ഥയിൽ നിന്നെല്ലാം ഒന്ന് മോചനം നേടി അവനവന് തന്നെ പറഞ്ഞു ഇനി എന്താ ചെയ്യുക എന്ന ഒരു തിരുത്തൽ ബോധം, ക്ഷമ ചോദിക്കൽ ബോധം, കുറ്റബോധം ഉണ്ടാകുന്ന ഒരവസ്ഥ. സംസാരത്തിന്റെ പ്രശ്നം തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളത്. എത്ര സോറി പറഞ്ഞാലും കേട്ടോന് എന്നെ 2 തന്നാ വലിയ കുഴപ്പമുണ്ടാകുന്നല്ലോ, ഓ എന്നോട് അത് പറഞ്ഞല്ലോ, അങ്ങനെ പറയാം ആൾക്ക്. കാരണം ഒരിക്കലും ഒരാളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കാത്തത് കേൾക്കുന്ന ഒരു സമയം. പക്ഷേ ഇത് വളരെ മനുഷ്യന്റെ നാവ് ഇളകുമ്പോ രൂപപ്പെടുന്ന സൗണ്ടിന് ഇസ്ലാം വലിയ പ്രാധാന്യമാണ്. അള്ളാഹ് അങ്ങനെയാണ് പരിഗണിച്ചിട്ടുള്ളത്. ഒരു കാഫിറായ മനുഷ്യൻ, മുശ്രിക്കായ മനുഷ്യൻ, ഇസ്ലാമായിട്ട് ഒരു ബന്ധമില്ല, അവൻ പറയാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പറഞ്ഞ അതോടുകൂടിയിട്ട് അവൻ ആരായി മാറി? അതുവരെ ജീവിതത്തിൽ ഹലാൽ അവൻ അനുവദിക്കപ്പെട്ടിരുന്ന, അവൻ ജീവിച്ചിരുന്ന പല കാര്യവും അവന് ഹറാമായി. അതുവരെ അവന് ഹറാമായിരുന്ന പല കാര്യങ്ങളും പിന്നെ അവന് ഹലാലായി. അതുവരെ അവന് മക്കയിലേക്ക് അവന് എൻട്രി ഇല്ല. ഇവിടെ മുവഹിദുകൾക്ക്, മുസ്ലിങ്ങൾക്കായി എൻട്രി ഉള്ളൂ. ആ രാജ്യത്തിന്റെ അതിന്റെ പവിത്രതയുടെ നിയമമാണ്. ഈ ഒരു കെലിമത്ത് പറഞ്ഞാൽ ഒച്ച പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതോടുകൂടി ഹലാൽ ഹറാമാകുന്ന, ഹറാം ഹലാലായി തീരുന്നൊരവസ്ഥ. അതുകൊണ്ട് തന്നെ വളരെ റബ്ബ് ഇതിനെ പരിഗണിക്കുന്നത് ഗൗരവത്തിലാണ് എന്ന ഒരു ബോധം നമുക്കുണ്ടാവേണ്ടതാണ്. ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്ന ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമതി മിൻ ദിവാനില്ലാഹി ലാ യുൽഖി ലഹാ ബാല. ഒരാള് അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു സംസാരം നടത്തി, അവൻ അത്ര വലിയ സീരിയസ് ആയിട്ടും നല്ലത് പറഞ്ഞത്, പക്ഷെ പറഞ്ഞ വർത്തമാനം അത് റബ്ബിന് ഇഷ്ടമുള്ളതാണ്, തൃപ്തിയുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യർഫഉല്ലാഹു ബിഹാ ദറജാത്ത്, അത് മുഖേന അവന്റെ ദറജാത്തുകൾ, അവന്റെ പദവികൾ അല്ലാഹു ഉയർത്തുന്നു. വഇന്നൽ അബ്ദ യതകല്ലമു ബിൽ കലിമതി മിൻ സഖ്തില്ലാ, അല്ലാഹുവിന് കോപമുണ്ടാക്കുന്ന, വെറുപ്പുണ്ടാക്കുന്ന ഒരു സംസാരം ഒരാൾ നടത്തി കഴിഞ്ഞാൽ ലാ യുൽഖി ലഹാ ബാലൻ, അവൻ അത് മുഖേന ഒരു സീരിയസ് ആയിട്ട് പറഞ്ഞോന്നല്ല, വെറുതെ പറഞ്ഞതാ, തമാശക്ക് പറഞ്ഞതാ, കളിയായിട്ട് രസത്തിന് വേണ്ടി പറഞ്ഞതാ, പക്ഷെ പറഞ്ഞ വർത്തമാനം റബ്ബിന് കോപമുണ്ടാക്കുന്നതാണ്. യഹ്വി ബിഹാ ഫി ജഹന്നം, അവൻ അത് മുഖേന നരകത്തില് അവന് പതിപ്പിക്കപ്പെടുമെന്നുള്ള, നരക ശിക്ഷയ്ക്ക് കാരണമായി തീരും. താൻ സീരിയസ് ആയിട്ടും അല്ലാതെയുമൊക്കെ തമാശയായിട്ടും രസത്തിനും മറ്റു ഒന്നിച്ചിങ്ങനെ പത്താളിരിക്കുമ്പോൾ ചിരിക്കാനും ഒക്കെ വേണ്ടി നടത്തുന്ന സംസാരങ്ങൾ അത് റബ്ബിന് വെറുപ്പുണ്ടാക്കുന്ന സംസാരങ്ങളാണെങ്കിൽ അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പല ആളുകളിലും നിഴലിച്ചു നിൽക്കുന്ന ഒരു സംസാര രീതിയുണ്ട്. ഒരേ വിഷയത്തിൽ 2 നിലപാട് സ്വീകരിക്കും. എന്നിട്ട് ഒരാളെടുത്ത് വരുമ്പോ ഒന്ന് പറയും, അപ്പുറത്ത് വരുമ്പോ അതേ വിഷയത്തിൽ വേറെ നിലപാട് സ്വീകരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന മിൻ ശർരി നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശം ആളുകൾ ദൽ വജ്ഹൈൻ, ഇരട്ട മുഖത്തിന്റെ ആളുകളാണ്. അല്ലദീ യഅതി ഹഉലാഇ ബിവജ്ഹിൻ വഹഉലാഇ ബിവജ്ഹിൻ, ഒരു കൂട്ടരിലേക്ക് ചെല്ലുമ്പോ ഒരു നിലപാട് സ്വീകരിക്കും, സെയിം സബ്ജക്ട്
അതേ വിഷയത്തിൽ വേറൊരാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോ അവൻ വേറൊരു തരം നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള ഇരട്ട സംസാരം നടത്തുന്ന, ഇരട്ട സമീപനം സ്വീകരിക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് റസൂൽ പറയുന്നത് ശിറാറു ഇബാദില്ലാഹിൽ മശാഊൻ ബിന്നമീമത്തിൽ മുഫരിഖൂന ബൈനൽ അഹബ്ബ. പരസ്പരം നല്ല സ്നേഹത്തിൽ കഴിഞ്ഞുകൂടുന്ന ആളുകൾ, അവരെ പരസ്പരം വേർതിരിക്കുന്നതിന് വേണ്ടി നമീമത്തുമായി ഏഷണിയുമായി നടക്കുന്ന ആളുകൾ. ഒരിക്കലും തന്റെ നാവ് അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ല. റസൂലുള്ളാഹിനോട് എത്രയോ സമയത്ത് റസൂലുള്ളാഹി നല്ല അമലേതാ, ഉത്തമമായ അമലേതാ, സ്വർഗത്തിലെത്തിക്കുന്ന കർമ്മ ഏതാ, നരകത്തിൽ പോകുന്നത് സൂക്ഷിക്കണം, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോഴൊക്കെ റസൂലുള്ളാഹി ഒരുപാട് സമയത്ത് വായിലേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട്, നാവ് ഇങ്ങനെ നീട്ടിയിട്ട് നാവിലേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട്, നാവിലിങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട് റസൂലുള്ളാഹി. ഇതാണ് നരകത്തിലേക്ക് എത്തിക്കാൻ വലിയ ഒരു കാരണമാണ്. തന്റെ ഒരുപാട് കർമ്മങ്ങളെ ബാത്തുലാക്കി കളയും. മറ്റുള്ളവർക്ക് തന്റെ നന്മകൾ എടുത്തെറിയപ്പെടേണ്ടി വരും, താൻ നാവ് കൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിച്ചതിന്റെ ഫലമായി കൊണ്ട്. അതുകൊണ്ട് തന്നെ തന്നിലേക്ക് വന്ന് ഉപദേശം ചോദിച്ച വ്യക്തിയോട് റസൂലുള്ളാഹിയുടെ ഉപദേശം, നാളെ തിരുത്തൽ വരുത്താൻ ആവശ്യമില്ലാത്ത രീതിയിൽ നീ സംസാരം നിർവഹിക്കണം എന്നുള്ളതാണ്. മൂന്നാമതായി റസൂലുള്ളാഹി നൽകിയ വസിയ്യത്ത്, മറ്റുള്ളവരുടെ കയ്യിലുള്ളത് ആഗ്രഹിക്കാതിരിക്കുക. ചില ആളുകളുണ്ട്, കുറഞ്ഞ പെർസെന്റേജ്, അവര് അധ്വാനിക്കൂല, പരിശ്രമിക്കൂല, ആരുടെ അടുത്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചോദിച്ച്, ചിലപ്പോ നേരെ ചോദിക്കും, ചിലപ്പോ ഇങ്ങനെ ചോദിപ്പിക്കാതെ തന്നെ ഇവന് ആവശ്യമുണ്ടെന്ന് വരുത്താൻ വേണ്ടി ഇങ്ങനെ ചാരി ഇങ്ങനെ നിൽക്കും, ഒന്നിങ്ങനെ ചിരിക്കും, അങ്ങനെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഇടപെട്ടിട്ട് ഇങ്ങനെ ഹിദ്മത്തൊക്കെ ഇങ്ങനെ എടുക്കും. കാരണം അവന്റെ പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുക. ഒരിക്കലും അത്തരം ഒരു ആഗ്രഹം, പ്രത്യേകിച്ച് യാചന, അത് ഒരു എമർജൻസി സാഹചര്യത്തിൽ മറ്റൊരാളിൽ നിന്ന് 1000 രൂപ 10,000 രൂപ കടം വാങ്ങാൻ പാടില്ല എന്നുള്ളതല്ല. കടം അത് പരസ്പരം സഹായിക്കാൻ വേണ്ടി നിർവഹിക്കപ്പെടേണ്ടതാണ് കടം എന്ന് പറയുന്നത്. അത് പറഞ്ഞ ഡേറ്റിൽ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കും വേണം. അത് ആ ഡേറ്റിൽ കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എക്സ്ക്യൂസ് ചോദിക്കും വേണം. അയാൾക്ക് ആ സമയത്ത് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി വിട്ടുവീഴ്ച വേണ്ട, തരണ്ട എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ അങ്ങനെ അതൊക്കെ ഇസ്ലാമിലെ നിയമങ്ങൾ പെട്ടതാണ്. ആ വിഷയത്തെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. വെറുതെ മറ്റുള്ളവരിൽ നിന്നുള്ള സഹായങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുക, യാചിക്കുക, മറ്റുള്ളവന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടാൻ വേണ്ടി ഇങ്ങനെ യാചിച്ചു നടക്കുക. യാചന ഒരാൾക്ക് ശാരീരികമായി പൂർണ്ണമായി അവശതയില ജോലി ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സന്ദർഭമാണെങ്കിൽ മറ്റുള്ളവരോട് യാചിക്കുന്നതിന് ഇസ്ലാം എതിരല്ല. മാർക്കറ്റിൽ വെച്ച്, മദീനയിലെ മാർക്കറ്റിൽ വെച്ച് യാചിക്കുന്ന ഒരു വ്യക്തിയെ കാണാം, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു. അദ്ദേഹത്തിന് ഭക്ഷണത്തിനുള്ള വിഭവം ഉമർ റളിയല്ലാഹുവിനോട് വെച്ച് കൊടുത്തു. അയാൾക്ക് വേണ്ടത് തിന്നാനുള്ളത് കിട്ടി. പിന്നെ ചെയ്യേണ്ടത് അയാൾ എന്താ? നേരെ പെരയിലേക്ക് പോകല. അയാൾ നേരെ അപ്പുറത്ത് പോയിട്ട് അടുത്ത ആളോട് യാചിക്കാൻ. യാചന തൊഴിലായി സ്വീകരിക്കുക. ഉമർ റളിയല്ലാഹു നേരെ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന്, എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാണ്ഡം വാങ്ങി ആ ഭാണ്ഡം മാർക്കറ്റിൽ അങ്ങോട്ട് കുട്ടി ചന്തിക്ക് 2 അടിയും കൊടുത്ത് ഓടിച്ചു വിട്ടു മാർക്കറ്റിൽ നിന്ന്. യാചന തൊഴിലായി സ്വീകരിക്കാൻ പാടില്ല. നിവൃത്തികേട് കൊണ്ട് ഗതികേടിന്റെ സന്ദർഭത്തിൽ ഒരാൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ആരോടെങ്കിലും ചോദിക്കാം. പക്ഷെ ഒരു തൊഴില് ഇന്ന് ആരുടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു വാങ്ങിയിട്ട് കഴിഞ്ഞുകൂടാം, നാളെയും അങ്ങനെ ചെയ്യാം. ഈ ഒരു രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകളെ, പ്രവർത്തിക്കുന്ന ആളുകളെ പിന്നെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസ്, ഹംസത്ത് ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ലാ തസാലുൽ മസ്അല ബിഅഹദികും ഹത്താ യൽഖല്ലാഹു വലൈസ ഫീ വജ്ഹിഹി മുസ്അതു ലഹ്മിൻ. യാചന കാരണമായിക്കൊണ്ട് ഒരാൾ നാളെ നരകത്തിൽ, അയാളുടെ മുഖത്ത് നരകത്തിൽ കിട്ടുന്ന ശിക്ഷയുടെ രൂപമാണ് പറയുന്നത്. തീരെ മാംസമില്ലാത്ത ഒരു രൂപമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മുഖത്തെ അള്ളാഹു മാറ്റിക്കളയും എന്നുള്ളതാണ്. മറ്റൊരു ഹദീസ് ഇബ്നു മാജ രേഖപ്പെടുത്തുന്ന ഹദീസിൽ റസൂലുള്ളാഹിയോട് വന്ന് ഒരു ഉപദേശം സ്വീകരിച്ച മറ്റൊരു വ്യക്തി, ഹദീസ് ഖുതുബയുടെ തുടക്കത്തിൽ പറഞ്ഞ വിഷയമല്ല, മറ്റൊരിക്കൽ ഒരു ഉപദേശം വേണമെന്ന് റസൂലുള്ളാഹിയോട് ആവശ്യപ്പെട്ട് ആ സമയത്ത് അദ്ദേഹത്തോട് റസൂലുള്ളാഹി പറഞ്ഞു, യാ റസൂലല്ലാഹ് ദുല്ലനി അലാ അമലിൻ ഇദാ അന അമിൽതുഹു അഹബ്ബനി അല്ലാഹു വഅഹബ്ബനി അന്നാസ്. അല്ലാഹ് എന്നെ ഇഷ്ടപ്പെടുന്ന, ജനങ്ങൾക്കൊക്കെ എന്നെ ഇഷ്ടമാകുന്ന തരത്തിലുള്ള ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണം. വേറൊരു വ്യക്തി ചോദിച്ചതാ. ആ സമയത്ത് അദ്ദേഹത്തോട് റസൂലുള്ളാഹി പറഞ്ഞു, ഇസ്ഹദ് ഫിദ് ദുനിയാ യുഹിബ്ബകല്ലാഹ്. നീ ദുനിയാവിനോട് വിരക്തനായി ജീവിക്കണം, അള്ളാഹ്ക്ക് നിന്നെ നല്ല ഇഷ്ടമാകും. വസ്ഹദ് ഫീമാ ഫീ ഐദിന്നാസ് യുഹിബ്ബുകന്നാസ്. ജനങ്ങളുടെ കയ്യിലുള്ളത് കിട്ടണമെന്ന് നീ ആഗ്രഹിക്കാതെ ജീവിക്കണം, എങ്കിൽ ജനങ്ങൾക്ക് നിന്നെ ഇഷ്ടാവുന്നു. ഒരാളിങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ വരിക, അവൻ എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് കാണണോന്റെ മനസ്സിനോട് തോന്നിയുണ്ടാകുന്ന അവസ്ഥ എന്താ? അവന് വെറുപ്പായിരിക്കും.
അത് എല്ലാവരെയും അതേ രൂപത്തിൽ അപ്രോച്ച് ചെയ്താലോ എല്ലാവരും വെറുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ജനങ്ങൾ ഇഷ്ടപ്പെടണോ അവരുടെ കയ്യിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കാതെ ജീവിക്കണം. പിന്നെ മറിച്ച് എന്ത് ചെയ്യണം? അവനവനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന തൊഴിലെടുത്ത് ജീവിക്കും. സുബൈർ ബിൻ അവാം, റസൂലുള്ളാഹിയുടെ പത്നി ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ജ്യേഷ്ഠത്തി അസ്മാഇന്റെ ഭർത്താവ്, അസ്മാ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ് സുബൈർ ബിൻ അവാം. റസൂലുള്ളാഹിന്റെ അമ്മായി സഫിയ റളിയല്ലാഹു തആല അൻഹയുടെ മകനു കൂടിയാണ് സുബൈർ റളിയല്ലാഹു. അദ്ദേഹം പറയുകയാണ്, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, അൻ യഖുദ അഹദുക്കും ഹബ്ലഹു ഫയഅതി ബിഹുസ്മത്തിൽ ഹതബി അലാ ലഹിരിഹി ഫയബിഅഹാ ഫയകുഫ അല്ലാഹു ബിഹാ വജ്ഹഹു ഖൈറുൻ ലഹു മിൻ അൻ യസ്അല അന്നാസ അഅതൗഹു ഔ മനഊഹു. ഒരാള് രാവിലെ നേരം വെളുത്താലേ തന്റെ കയറെടുത്ത് കാട്ടിലേക്ക് പോയിട്ട് വിറക് വെട്ടിയിട്ട് ആ വിറക് തന്റെ തലയിൽ ചുമന്നുകൊണ്ട് വിറ്റ് കിട്ടുന്ന, അങ്ങാടിയിലേക്ക് വന്നത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ഒരാള് ജീവിച്ചു കഴിഞ്ഞാൽ അയാളുടെ അഭിമാനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചു നിർത്തും. ജനങ്ങളോട് യാചിക്കുന്നതിനേക്കാൾ അവന് ഏറ്റവും ഉത്തമമായത് അതാണ് എന്ന്. എന്തെങ്കിലും പണിയെടുക്കുക. എന്ത് പണിയാണ് അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുക? ഒരു പണിയെടുക്കാതെ പള്ളിന്റെ മുറ്റത്തും പള്ളിന്റെ ഫ്രണ്ടിലുള്ള സ്റ്റെപ്പിലും മദ്രസന്റെ മുറ്റത്തും അങ്ങാടികളിലും ബസ് സ്റ്റോപ്പുകളിലും പാലങ്ങളിലും കലുങ്കുകളിലൊക്കെ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞ് വെറും തുപ്പല് ചെലവഴിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കിന് എന്തെങ്കിലുമൊക്കെ പോക്കറ്റിൽ ആക്കിയിട്ട് ആരെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പറ്റിച്ചിട്ട് ഇങ്ങനെ കുറെ ജീവിക്കുന്ന കുറെ ആളുകൾ സമൂഹത്തിലുണ്ട്. ആ നിലപാട് അത് ദുനിയാവിലേക്ക് ദോഷമാണ്. അള്ളാഹുവിന്റെ നരകശിക്ഷയ്ക്ക് കാരണമായി തീരുന്ന പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. ഗതികേട് കൊണ്ട് ഒരാൾക്ക് യാചിക്കാം, കടം വാങ്ങാം. അതല്ല ഉദ്ദേശിച്ചത് വ്യക്തമായിട്ടുണ്ടായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. റസൂലുള്ളാഹിയോട് വന്ന് കേവലം ചുരുങ്ങിയ വാക്കുകളിലൂടെ എനിക്ക് ഉപദേശം നൽകണം എന്ന് പറഞ്ഞ വ്യക്തിക്ക് റസൂലുള്ളാഹി നൽകിയ 3 സുപ്രധാനമായ ജീവിത സ്പർശിയായ ആശയസമ്പുഷ്ടമായ വളരെ വ്യക്തമായ 3 വസിയത്തുകളാണ്. നമസ്കാരത്തിന്റെ വിഷയം, സംസാരത്തിന്റെ വിഷയം, തന്റെ ഭക്ഷണത്തിന്റെ യാചനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിസുപ്രധാനമായ വസിയത്തുകൾ, കൽപ്പനകളെല്ലാം ജീവിതത്തിൽ പകർത്തി പുലർത്തി ജീവിക്കുന്ന നല്ല ഉത്തമന്മാരായ ദാസന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലൽ അക്മലാനിൽ അദ്വമാൻ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ ഥാനിയൻ ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹുവെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ 2ാമത്തെ ഭാഗത്ത് സഹവിന്റെ സുജൂദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തേണ്ടത് നമസ്കാരം. ആ നമസ്കാരത്തിൽ അധികം സംഭവിച്ചാൽ, കുറവ് സംഭവിച്ചാൽ, സംശയം ഉണ്ടായാൽ സഹുവിന്റെ സുജൂദ് നിർവഹിക്കുന്നു. അതിൽ 1ാമത്തെ ഭാഗം മാത്രം ശ്രദ്ധിക്കുക. നല്ല മനസാന്നിധ്യത്തെ കൊണ്ടുവരും. അവിടെയും ഇവിടെയും ആലോചിച്ച് അന്തം വിട്ടിരിക്കണ്ട. ഇന്നലെ നിസ്കരിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരാൾ മൊബൈലിൽ ഇങ്ങനെ നോക്കുന്നു. നിസ്കരിക്കുമ്പോഴേ പോക്കറ്റിൽ നിന്ന് ഫോൺ 1ാമത്തെ സൊഫിൽ നിന്നിട്ടുണ്ട്. ഒരു ശ്രദ്ധ ഉണ്ടാകുക. നിസ്കാരമായിരുന്നാലും ശരി, ഖുതുബ ആയിരുന്നാലും ശരി, നമസ്കാരത്തിൽ വർധനവ് സംഭവിക്കുക. ആ വർധനവ് 2 തരത്തിൽ സംഭവിക്കും. ഒന്ന് അമലുകൾ വർദ്ധിക്കും, 2 ഖൗലുകൾ വർദ്ധിക്കും. വാചകങ്ങൾ വർദ്ധിക്കും, പ്രവർത്തനം വർദ്ധിക്കും. അതിൽ 1ാമത്തേത് എടുക്കുക, പ്രവർത്തനത്തിന്റെ വർധനവ്. അത് വ്യത്യസ്തങ്ങളായ അവസ്ഥകളുണ്ട്. ഒന്ന് നമസ്കാരത്തിൽ തന്നെയുള്ള കർമ്മത്തിന്റെ വർധനവ്. നിസ്കാരത്തിലുള്ളതാ സുജൂദ്. ഒരാള് 2 സുജൂദിന് പകരം 3 സുജൂദ് ചെയ്യാം. മഗ്‌രിബ് നിസ്കരിക്കുമ്പോൾ 3 റക്അത്തിന് പകരം അവിടെ ഇരിക്കാതെ ഓർമ്മയില്ലാണ്ട് എണീറ്റ് 4 റക്അത്ത് നിസ്കരിക്കുക. അതിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ളുഹ്ർ നിസ്കരിക്കുമ്പോൾ 3ാമത്തെ റക്അത്തിൽ അവിടെ തശഹുദിന് അവിടെ ഇരിക്കുക. അത് കുറെ കഴിഞ്ഞപ്പോൾ അത് 3ആണ്. ഒരാൾ എണീറ്റ് നിസ്കരിക്കുക. അവിടെ തശഹുദ് 3 തവണ ഇരുന്നു. 2ാമത്തെ റക്അത്തിലും ഇരുന്നു, 3ാമത്തെ റക്അത്തിലും ഇരുന്നു, 4ാമത്തെ റക്അത്ത്. നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ
അത് വർദ്ധിച്ചു കഴിഞ്ഞാൽ അവൻ സഹവിന്റെ സുജൂദ് നിർവഹിക്കേണ്ടതാണ്. ആ സഹവിന്റെ സുജൂദ് നിർവഹിക്കേണ്ട സമയം നമസ്കാരം പൂർത്തിയായി 2 സുജൂദുകൾ നിർവഹിച്ചതിന് ശേഷമാണ് അവൻ സലാം വീട്ടേണ്ടത്. അങ്ങനെ തന്നെയല്ലേ സാധാരണ ചെയ്യല്. നമസ്കാരത്തിൽ കുറയുമ്പോ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഈ വാചകം ഇങ്ങനെ പറഞ്ഞത്, ഓർമ്മ ഉണ്ടാവണം. നമസ്കാരത്തിൽ അവസാനത്തെ തശഹുദ് പൂർത്തിയായി സാധാരണ സുജൂദുകളിൽ നിർവഹിക്കുന്ന പ്രാർത്ഥനകളിൽ ഏതെങ്കിലും പ്രാർത്ഥനകൾ, പ്രത്യേകമായി പ്രാർത്ഥന പഠിപ്പിച്ചിട്ടില്ല, ഏതെങ്കിലും പ്രാർത്ഥനകൾ നിർവഹിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്യണം? ഏറ്റവും അവസാനം അവൻ സലാം വീട്ടി നമസ്കാരം അവസാനിപ്പിക്കേണ്ടതാണ്. ഇനി നമസ്കാരത്തില് ഇല്ലാത്ത കർമ്മം നടക്കലേ നിസ്കാരത്തിലില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയല് നിസ്കാരത്തിലില്ല. കർമ്മം വർദ്ധിക്കുക, ചലനങ്ങൾ നമസ്കാരത്തിൽ ഉള്ളത് വർദ്ധിക്കലുണ്ട്, ഇല്ലാത്തത് വർദ്ധിക്കലുണ്ട്. നമസ്കാരത്തിൽ ഇല്ലാത്ത ഒരു ചലനം ഒരാൾ വർദ്ധിപ്പിച്ചാൽ ആ വർദ്ധിപ്പിക്കുന്നത് അനിവാര്യതക്ക് വേണ്ടിയാണെങ്കിൽ, ശരിക്കും അങ്ങനെ നിൽക്കുക, മുമ്പിലേക്ക് ഒരു തേളോ അതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ വരിക, എന്താ ചെയ്യുക? ഒരടി ഇങ്ങോട്ട് മാറി നിൽക്കേണ്ടി വരും, അത് അതിനോട് പോകും. ഒരു പാമ്പ വരണമെങ്കിലോ അപ്പോൾ വടിയെടുത്ത് പോയിട്ട് അതിനെ അടിച്ചു ചിലപ്പം കൊല്ലേണ്ട സാഹചര്യം ഉണ്ടാവും. നിസ്കാരത്തിലുള്ളതല്ല പോയി വടിയെടുക്കലും പോയി അടിക്കലും പോയി കൊല്ലലും ഒക്കെ. അവൻ സഹവിന്റെ സുജൂദ് നിർവഹിക്കേണ്ടതില്ല. അവന്റെ നമസ്കാരത്തിന് ഒരു ഭംഗവും സംഭവിക്കുകയില്ല. ആ ചെയ്യേണ്ട പണി പൂർത്തിയാക്കിയിട്ട് നമസ്കാരത്തിൽ അവന് കണ്ടിന്യൂ ചെയ്യാം, അവന് തുടരാം. ഇമാമ് കയ്യട്ടി ഫാത്തിഹ ഓതി തുടങ്ങി, മൈക്ക് ഇങ്ങനെ ഹൂന്ന് പറഞ്ഞ് വിസിലടിച്ചുകൊണ്ടിരിക്കുക. ആ മുമ്പിൽ നിൽക്കുന്ന ആള് നേരെ വന്ന് അതിന്റെ വോള്യൂം കൺട്രോളർ പതുക്കെ ഒന്ന് അതിലേക്ക് ശ്രദ്ധിച്ചു നോക്കി, ഒന്ന് സൗണ്ട് കുറച്ച് അതേപോലെ അയാൾ പിന്നാക്കം പോയിട്ട് ആള് നിസ്കാരത്തിൽ തുടരാം. നിസ്കാരത്തിൽ ഇല്ലാത്ത അധിക ചലനമാണ്. സ്ത്രീകൾ വീട്ടിൽ നിസ്കരിക്കാൻ കയ്യട്ടി 2 റക്കഅത്ത് കഴിഞ്ഞു, ബെല്ല് ഇങ്ങനെ കടകടേന്ന് അടിച്ചുകൊണ്ടേയിരിക്കുക. പോയി വാതിൽ തുറന്നു കൊടുത്ത് നിസ്കാരത്തിൽ തുടർന്നാൽ നിസ്കാരത്തിന് ഒന്നും സംഭവിക്കുകയില്ല. അതാന്റെ റസൂൽ സ്വന്തം വീട്ടിൽ നിസ്കരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു വന്ന് വാതിലിൽ മുട്ടിയിട്ട് ആ വാതിൽ പോയി തുറന്നു കൊടുത്ത് റസൂലുള്ള നമസ്കാരം തുടർന്നിട്ടുണ്ട്. നമസ്കാരത്തിന് സഹുവിന്റെ സുജൂദ് നിർവഹിക്കേണ്ടതില്ല, അവന് നമസ്കാരത്തിന് യാതൊരുവിധ ഭംഗവും വരികയില്ല. അനിവാര്യമാണെങ്കിൽ, അനിവാര്യമായ സാഹചര്യങ്ങളാണ്. ഇനി അനിവാര്യത ഇല്ലാത്ത കാര്യങ്ങൾ വരും, ചിലപ്പോ പിന്നെ അനാവശ്യമായ ചലനങ്ങൾ വരും. അനാവശ്യമായ ഒരു കാര്യം, ഒരു ചലനം, അതിങ്ങനെ വെറുതെ ഒരാൾ കയ്യും കാലും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, അങ്ങോട്ട് ഇങ്ങനെ നോക്കുക, ഇങ്ങോട്ട് ഇങ്ങനെ നോക്കുക, അത് അവന്റെ നമസ്കാരത്തിന്റെ ശ്രദ്ധയെ തെറ്റിക്കും, ഖുശൂഇനെ തെറ്റിക്കും, അവന്റെ ദിക്റുള്ളയെ തെറ്റിക്കും. പൂർണ്ണമായിട്ട് നിസ്കാരത്തിൽ നിന്ന് ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ ആ നിസ്കാരം അവന് പോയി, നഷ്ടപ്പെട്ടു. പിന്നെ സഹുവിന്റെ സുജൂദിന്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടൊന്നും അത് മേക്കപ്പ് ആകണ വിഷയമല്ല. അവന് വേണമെങ്കിൽ 2ാമത് നിസ്കരിക്കാം. ചെറിയ ഒരു എന്തെങ്കിലും അറിയാതെ ഒന്ന് ശ്രദ്ധ അങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് സുജൂദ് റുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓനക്ക് അത് അവസാനിപ്പിക്കുകയും ചെയ്യാം. നമസ്കാരത്തിന്റെ ഉള്ളിലുള്ള കാര്യമാണ് വർദ്ധിച്ചിട്ടുള്ളതെങ്കിൽ, അത് അമലിയായ കാര്യമാണെങ്കിൽ, അത് അനിവാര്യ നമസ്കാരത്തിന്റെ ഉള്ളിലുള്ളതാണെങ്കിൽ സുജൂദ് ചെയ്യണം. ആ നമസ്കാരത്തിന്റെ ഉള്ളിൽ ഇല്ലാത്ത കാര്യമാണെങ്കിൽ സഹവിന്റെ സുജൂദ് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. ഇനി വർദ്ധിപ്പിച്ച കാര്യം അത് ഖൗല് വാക്കുകളാണെങ്കിലോ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, റുകൂഇലും സുജൂദിലും ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. ഒരാൾ റുകൂഇൽ പോയി എന്നിട്ട് ഇങ്ങനെ ഫാത്തിഹയും ഖുൽ റബ്ബിൽ ഫലക് ഖുൽ റബ്ബിൻ നാസ് ഇങ്ങനെ ഓതി ബോധപൂർവമാണ് അയാൾ ചെയ്തതെങ്കിൽ അയാളുടെ നമസ്കാരം ബാത്തിലായി. സഹവിന്റെ സുജൂദിന്റെ ഒന്നും ആവശ്യമില്ല, നമസ്കാരം ബാത്തിലാണ്. ഇനി അറിയാതെ ഓർമ്മല്ലാണ്ട് ഇമാം സുജൂദിൽ കുറച്ച് ദീർഘമായ സമയമെടുത്ത് ബാക്കിൽ കിടക്കണം മൗമ് ധാരണ അല്ലാണ്ട് പുലറബിൽ ഫലക്കണ്ട് ഓതി ഓർമ്മല്ലാണ്ടാണ് ചെയ്തതെങ്കിൽ സഹവിന്റെ സുജൂദിന്റെ ആവശ്യമില്ല, അത് നമസ്കാരത്തെ ബാധിക്കുന്നതല്ല. ബോധപൂർവം മറ്റു വാചകങ്ങളെ, നിർദ്ദേശിക്കപ്പെടാത്ത വാചകങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? വർദ്ധിപ്പിക്കാൻ പാടില്ല. ഈ നിസ്കാരത്തിന്റെ പുറത്തുള്ള വാചകങ്ങളാണെങ്കിലോ അത് വെറുക്കപ്പെട്ട മക്റൂഹായ കാര്യമാണ്, നിസ്കാരത്തെ ബാത്തിലാക്കി കളയില്ല. റസൂലുള്ളാഹിയും സഹാബത്തും കൂടി ഇങ്ങനെ നിസ്കരിക്കുക. അപ്പൊ ഒരാൾ ഇങ്ങനെ കയറി വന്നു, ജമാഅത്തിന്റെ ഇടയിൽ കൊണ്ട് വരിക, അയാൾ പറഞ്ഞു അസ്സലാമു അലൈക്കും. കൂട്ടത്തിന് മൗമീങ്ങളുടെ കൂട്ടത്തിന് ഒരാൾ പറഞ്ഞു വലൈക്കും മുസ്സലാം എന്ന്. നിസ്കാരത്തിൽ ഉള്ളതല്ല വലൈക്കും മുസ്സലാം എന്ന് പറയല്ലേ. റസൂലുള്ളാഹി കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കി, ആരാ പറഞ്ഞു എന്ന് ചോദിച്ചു. ഞാനാണെന്ന് പറഞ്ഞു. അപ്പോ അത്യാവശ്യമാണെങ്കിൽ നിസ്കരിക്കാന്ന് തിരിച്ചറിയാൻ വേണ്ടി കൈ ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ വരുന്ന ആൾക്ക് മനസ്സിലാവും നിസ്കാരത്തിൽ വർത്താനം പറയാൻ പാടില്ല. അത് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാണ്. നിസ്കാരത്തിന് ഒന്നും
സംഭവിക്കുകയില്ല. ഈ ബോധപൂർവ്വം ഒരാൾ ഇങ്ങനെ വർത്താനം പറയാം, ആ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ആ നിസ്കാരം എന്തായി തീരും? ബാത്തിലായി തീരും. ചലനങ്ങള്, കൗലുകള്, വാക്കുകളും പ്രവർത്തനങ്ങളും സാഹചര്യം അനുസരിച്ചിരിക്കും അത് മക്രൂഹാകല്, അത് നിസ്കാരം ബാത്തിലാവല്, അത് നമസ്കാരത്തിന്റെ സ്വീകാര്യത. ഒരു കുട്ടി അടുത്തിരുന്ന് ഇങ്ങനെ കരയാം, റസൂലുള്ളാന്റെ പേരമക്കള് അടുത്തിങ്ങനെ വന്നിട്ട് നിസ്കരിക്കുമ്പോൾ അങ്ങനെ മൊത്തം ഇരിക്കും. അപ്പൊ എന്താ ചെയ്യാ? അപ്പോ കുനിഞ്ഞു നിന്നിട്ട് ആ കുട്ടിയെ എടുത്തിട്ട് ആ കുട്ടിയെ ശരീരത്തോട് ചേർത്ത് വെച്ച് എന്ത് ചെയ്യാം? നമസ്കാരത്തിൽ കണ്ടിന്യൂ ചെയ്യാം. നിസ്കരിച്ചും ഖിയാമിൽ നിൽക്കുമ്പോൾ ആ നിൽക്കുന്നതിന്റെ ഇടയിൽ കുനിഞ്ഞ് നിവരൽ നിസ്കാരത്തിലുള്ളതല്ല. പക്ഷെ ഒരു കുട്ടിയെ എടുക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി മിമ്പറിന്റെ മുകളിൽ നിന്ന് ഇറങ്ങിപ്പോയി കുട്ടിയെ എടുത്തിട്ടുണ്ട്, നിസ്കരിച്ചും കൊണ്ടിരിക്കുമ്പോൾ കുട്ടിയെ എടുത്തിട്ടുണ്ട്, വാതിൽ പോയി തുറന്നു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു സാഹചര്യത്തിന് അനിവാര്യതക്ക് അനുസരിച്ചിരിക്കും. ഈ പറഞ്ഞതിന്റെ അർത്ഥം നിസ്കാരം തോന്നിയ മാതിരി സർക്കസ് കളിച്ച് ചെയ്യാം എന്നുള്ളതല്ല. ഓരോരുത്തരുടെയും മാനസികാവസ്ഥയും സാഹചര്യവും അനുസരിച്ചു കൊണ്ടായിരിക്കും അതിന്റെ ഹുക്കുമുകളെ തീരുമാനിക്കുന്നത് മനസ്സിലാക്കുക. സഹവിന്റെ സുജൂദ് അത് നമസ്കാരത്തിൽ ഉൾപ്പെടുന്ന കർമ്മങ്ങളുടെ വർധനവിനാണ് അവസാനം സഹവിന്റെ സുജൂദ് ചെയ്ത് നമുക്ക് സലാം വീട്ടേണ്ടത് എന്ന് മനസ്സിലാക്കുക. അതിന്റെ തുടർച്ച ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ പരാമർശിക്കാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇസ്ലാമിന്റെ അഹ്കാമുകളെ പ്രമാണങ്ങളിൽ നിന്ന് കൃത്യമായ രൂപത്തിൽ ഭാവത്തിൽ പഠിച്ചെടുത്ത് അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് സാമ്പത്തികമായി രോഗം കൊണ്ട് മറ്റു പല തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم ادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على محمد وسلم والحمد لله رب العالمين.